ഹലോ, അവന്തോസ് ഹോം ബേക്കേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടേസ്റ്റിയായി വളരെ പെട്ടെന്ന് ഒരു മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഏത് തരം മീനാണെങ്കിലും കുഴപ്പമില്ല, ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ മീൻ കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു മൺചട്ടി ഗ്യാസിൽ വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടായി വരണം. ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയുടെയൊക്കെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം അനുസരണമാണ്. ചിലവർ വെളിച്ചെണ്ണ കൂടുതലായിട്ട് യൂസ് ചെയ്യും, ചിലർ വളരെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്താണ് മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയുടെ അളവ് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറെ ഒരു എണ്ണയും ഇതിനായിട്ട് യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം കടുക് ആഡ് ചെയ്ത് കൊടുക്കും. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്തിട്ടുണ്ട്. പച്ച ഉലുവയാണ് ആഡ് ചെയ്തേക്കുന്നത്, പൊടിച്ച ഉലുവയല്ല ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കടുകിൻ്റെ കൂടെ കിടന്ന് പൊട്ടി വരണം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടെ ചതച്ച് 2 പച്ചമുളക് പീസാക്കിയതും കൂടെ ഞാൻ ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഈ എണ്ണയിലേക്ക്. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആ ചൂടുവെള്ളം കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ എണ്ണയിൽ തന്നെ പുളി നന്നായിട്ട് പിടിക്കും. എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്ന് വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ച മുളക് പൊടിയാണ്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സെയിം അളവിൽ തന്നെ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം അളവിൽ തന്നെയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരേ അളവിൽ എടുത്ത് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരേ അളവിൽ രണ്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴട്ടിയെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം മല്ലിപ്പൊടി മുളക് പൊടിയും വഴട്ടി എടുക്കേണ്ടത്, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ വളരെ കുറച്ച് ചൂടുവെള്ളമാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് നല്ലതായിട്ട് കുറുകി വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് അടച്ചു വെച്ചാണ് ഞാൻ ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നത്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറികളൊക്കെ വെക്കുമ്പോൾ ഉപ്പും എരിവും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ച് എടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് ഞാൻ തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് അതെല്ലാം കുറുകി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്യാം. ഇത് ഞാൻ മോദ എന്ന ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഫിഷാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എനിക്കറിയത്തില്ല വേറെ പേരെന്താണെന്ന്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള ഫിഷ് ഇതിനകത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1 കിലോയോളം ഫിഷ് കാണും. ഇത് ഞാൻ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇനി ആവശ്യമെങ്കിൽ ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഫിഷ് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കതറിയാൻ പറ്റത്തുള്ളൂ ഇനിയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണമെന്ന്. ഇത് 1 കിലോയോളം ഫിഷ് ഉണ്ട്. ഇതിനകത്തിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന 1 കിലോയോളം ഫിഷാണ്. എടുത്ത് വെച്ചിരുന്ന ഫിഷ് ഫുള്ള് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിനകത്തിലേക്ക് ഇനിയും കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ്. നമ്മുടെ ഫിഷെല്ലാം ഒന്ന് വെള്ളത്തിൽ നമ്മുടെ ഗ്രേവിയിൽ നികന്ന് കിടക്കണം. അപ്പം ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഈ തവിയൊക്കെ ഒന്ന് കഴുകി ഒന്നൊഴിച്ച് ആ ഒരു ഇതിൽ മാത്രമേ ഞാൻ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം
ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഒരു തുണിയിൽ എടുത്ത് നന്നായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ ഫിഷിൽ ഗ്രേവി എല്ലാം ഒന്ന് പിടിക്കും. പിന്നെ തിളച്ച് അവത്തിലേക്ക് അത് ഇറങ്ങാൻ പെട്ടെന്ന് പറ്റും. ഇങ്ങനെ സ്പൂണ് വെച്ച് ഇളക്കിയാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ടെൻഷനുള്ളവർ ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ച് എടുക്കാം. അടച്ച് ഞാനിത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് റെഡിയായോ എന്ന്. നമ്മുടെ ഫിഷ് റെഡിയായോ എന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി നമ്മുടെ എണ്ണയെല്ലാം ഫിഷിന് മേളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കിയത്. പക്ഷേ ഇതേണ്ട ആവശ്യത്തിന് ഗ്രേവി ഒക്കെ ഉണ്ട്. നല്ല റെഡ് കളറിലെ മീൻകറിയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് ഈ രീതിയിൽ മീൻകറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണമേ. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.